നമസ്കാരം. എന്താണ് നമ്മുടെ കളരിക്ഷേത്രം എന്ന ഗുരുകുല സമ്പ്രദായത്തിന്റെ ലക്ഷ്യം എന്താണ്? അതായത് നമ്മുടെ പഴയ ഗുരുകുല സമ്പ്രദായത്തിന്റെ അവസാന കണ്ണികളാണ് നമ്മുടെ കളരികൾ. ഞാനിപ്പോ ഒരു 14 വർഷമായിട്ട് കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളിൽ, ഞാൻ പഠിപ്പിക്കുന്ന കളരികളിൽ ഏതാണ്ട് 6 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടികൾ ഈ 14 വർഷം മുന്നേ പഠിക്കാൻ വന്നിരുന്നു. അവരെല്ലാവരും ഇപ്പോഴും യാതൊരു മാർഗത്തിലും തെറ്റിത്തിരിഞ്ഞു പോവാതെ മാതാപിതാക്കളെ സംരക്ഷിച്ച് നല്ല സ്വഭാവ ബുദ്ധിയോടുകൂടി ഇപ്പോഴും അവരുടെ ജോലികൾ നന്നായി, അതായത് പഠനം, അവരുടെ ഈ ബ്രഹ്മചര്യാശ്രമത്തില് അവരുടെ ജോലി പഠനം തന്നെയാണ്. കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് അവരുടെ മാതാപിതാക്കളെ നന്നായി നോക്കി അവരെ കെയർ ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് നന്നായി ഒരു ജീവിതം മുന്നോട്ട് നയിച്ച് കൊണ്ടുപോകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തീർച്ചയായിട്ടും നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നത് തന്നെയാണ്. കുഞ്ഞുങ്ങളിൽ ഈ വിദ്യ നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ കളരിയുടെ എല്ലാ നിലയും നീക്കങ്ങളും അതിന്റെ ചുവടുമുറകളും അഭ്യാസ പരിശീലന രീതികളും എല്ലാം തന്നെ കുഞ്ഞുങ്ങളുടെ ആന്തരികമായ ഒരു ഇന്നർ എനർജിയെ, ഒരു പോസിറ്റീവായ ഒരു എനർജിയെ, ഒരു ദൈവിക ചൈതന്യത്തെ ഉണർത്തിക്കൊണ്ടുവരികയും അവരുടെ സ്വഭാവത്തെ നന്നായി വളർത്തിയെടുത്ത് ഒരു കളിമൺ പ്രതിമയെ നമ്മൾ എങ്ങനെ നന്നായി വാർത്തെടുക്കുന്നു, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ നല്ല രീതിയിൽ നമുക്ക് വാർത്തെടുത്ത് സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കളരിക്ഷേത്രത്തിന്റെ പ്രധാന ലക്ഷ്യം കുഞ്ഞുങ്ങളിൽ ഈ വിദ്യ പകർന്നു കൊടുത്ത് അവർക്ക് അഭ്യാസം മാത്രമല്ല ചൊല്ലും കൊടുത്ത് നല്ല വാക്കുകളും സത്സംഗങ്ങളും കൊടുത്ത് അവരുടെ നന്മ വളർത്തിയെടുത്ത് യാതൊരു മാർഗത്തിലും അവർ തെറ്റിത്തിരിഞ്ഞു പോവാതെ, ഇപ്പൊ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് മദ്യം, മയക്കുമരുന്ന്, മറ്റു പല മാർഗങ്ങളിലും കുട്ടികൾ തെറ്റിത്തിരിഞ്ഞു പോകുന്നുണ്ട്. ആ വഴിയിലേക്കൊന്നും അവരെ നടത്താതെ നേരായ പാതയിൽ സഞ്ചരിപ്പിച്ച് ഒരു നല്ല തലമുറയെ, ആരോഗ്യമുള്ള, നല്ല മനസ്സുള്ള, ധാർമ്മികമായ ബോധമുള്ള ഒരു നല്ല ജനതയെ വാർത്തെടുക്കുക എന്നത് തന്നെയാണ് നമ്മുടെ കളരിക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം.